യെസ്, എന്തായാലും ഇവിടെ ആഷിക ഈ ബിന്ദു നൽകിയ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ വീട്ടുടമയ്ക്കെതിരെ അടക്കം കേസെടുത്ത് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? ദിവ്യ, ഈ പരാതി ബിന്ദു നൽകിയിരിക്കുന്ന പരാതിയിൽ 3 കക്ഷികളാണുള്ളത്. ഒന്ന്, താൻ ജോലിക്ക് നിന്ന വീട്ടുടമയായിട്ടുള്ള ഓമന ഡാനിയൽ എന്ന വ്യക്തി, കൂടാതെ തനിക്കെതിരെ മോശമായി പെരുമാറിയ പേരൂർക്കട സ്റ്റേഷനിലെ CI, SI എന്നീ ചാർജുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ. ഈ 3 പേരെ കക്ഷി ചേർത്തുകൊണ്ടാണ് ബിന്ദു നൽകിയിരിക്കുന്ന പരാതികൾ ഉള്ളത്. ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറയുന്ന ഓമന ഡാനിയൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ 3 ദിവസം മാത്രമാണ് ജോലിക്ക് നിന്നത്. വിവിധ വീടുകളിൽ ജോലിക്ക് പോയി കുടുംബം പോറ്റുന്ന ഒരു ദളിത് സ്ത്രീയാണ് ബിന്ദു. അവർ 3 ദിവസം മാത്രമാണ് ഈ പറയുന്ന പേരൂർക്കടയിലെ വീട്ടിൽ ജോലിക്ക് നിന്നത്. അതിൽ 3-ാം ദിവസം ജോലി ചെയ്ത് മടങ്ങുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് പോകാൻ, നെടുമങ്ങാട്ടെ വീട്ടിലേക്ക് പോകുവാൻ മാത്രമുള്ള പണമായിരുന്നു അന്ന് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് ബിന്ദു പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കുന്നതും ഇപ്പോൾ തന്നെ ഇവിടെ എത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ ഘട്ടത്തിൽ പണം കടം മേടിച്ചുകൊണ്ടാണ് ഓട്ടോയിൽ കയറി ബിന്ദു അന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ താനൊരു മാല മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന ഈ സംഭവത്തിന് പിന്നാലെ ബിന്ദു ആദ്യം സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെയായിരുന്നു. അന്ന് ഈ പരാതിയുമായി അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നത് എന്തായിരുന്നു? ബിന്ദുവിന്റെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ ബിന്ദു എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പരാതി നൽകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനായി എത്തിയത്. അത് അഡ്വക്കേറ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത്. ഈ ഘട്ടത്തിൽ പി ശശിയെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ നേരിട്ട് കാണുകയും ഈ ഘട്ടത്തിൽ പി ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു തരം അവഗണിക്കുന്ന നിലപാടുണ്ടായി എന്നുമാണ് ബിന്ദു പറയുന്നത്. തന്റെ പരാതി സ്വീകരിക്കാൻ പോലും പി ശശി തയ്യാറായില്ല. ഈ പരാതി മേശപ്പുറത്തേക്ക് വലിച്ചെറിയുകയും ശേഷം നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു എന്നാണ്, കോടതിയിൽ പോകാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു എന്നാണ് ബിന്ദു ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ ഇത് ഈ നിലയിലല്ല തന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന വിശദീകരണമാണ് പി ശശി നൽകുന്നത്. സ്വാഭാവികമായി ഈ പരാതി ലഭിച്ച ഉടനെ തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ഗൗരവമുള്ളതാണ് പരാതി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കൂടാതെ നിയമപരമായി നീങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശം എന്ന നിലയിലാണ് കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടതും എന്നുമുള്ള വിശദീകരണം ഇപ്പോൾ പി ശശി നൽകുന്നുണ്ട്. ഏതായാലും ഒരു ദളിത് സ്ത്രീക്ക്, 2 പെൺകുട്ടികളുടെ അമ്മയായ ദളിത് സ്ത്രീക്ക് തെരുവിലൂടെ മോഷ്ടാവ് എന്ന പേര്. എന്തായാലും ശരി ആഷിക, ഞാൻ വരാം. എന്തായാലും ബിന്ദുവിന്റെ പരാതി അവഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നൽകുന്ന വിശദീകരണം. ഈ സംഭവത്തിന് പിന്നാലെ ബിന്ദു വക്കീലുമായി ആദ്യം പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയായിരുന്നു. പക്ഷെ അവിടെ വെച്ച് പരാതി വായിച്ചു നോക്കാൻ പോലും തയ്യാറാകാതെ കോടതിയെ സമീപിക്കണം എന്ന തരത്തിലുള്ള ഒരു നിലപാടും മറുപടിയുമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നൊരു പരാതി കൂടി ബിന്ദുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ച, DGPക്ക് ലഭിച്ച പരാതിക്ക് പിന്നാലെ തന്നെയാണ് ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള മൊഴിയെടുപ്പടക്കം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ദുരനുഭവം നേരിടേണ്ടി വന്ന യുവതിയുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി കിടക്കാം. ഞാൻ അവരെ മാല കണ്ടിട്ട് പിരിഞ്ഞു. ആ സാറാണ് എന്നെ ഭയങ്കരമായിട്ടും അനുഭവിച്ചിട്ടുള്ളത്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്കത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ഇച്ചിരി ഉറങ്ങാനേ സമ്മതിച്ചുള്ളൂ. പിന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. വെള്ളം താഴ്ചപ്പോൾ പറഞ്ഞ് ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും. ഒരു ദിവസത്തോളം അവരെ പോലീസ് സ്റ്റേഷനിൽ വയ്ക്കുകയും അവിടെ നിന്ന് വെള്ളവും ഭക്ഷണവും പോലും നൽകിയില്ല, എന്തിന് ഉറങ്ങാൻ പോലും അനുവദിച്ചില്ല എന്നാണ് ഈ ക്രൂരമായ മാനസിക പീഡനം നേരിടേണ്ടി വന്ന യുവതി ബിന്ദു ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 1 മാസം മുൻപ് നടന്ന സംഭവമാണ്. പക്ഷേ അവർ ഇപ്പോഴും അതിൻ്റെ വേദനയിലും ആഘാതത്തിലും തന്നെയാണുള്ളത്. അവർക്ക് സംസാരിക്കുമ്പോൾ പോലും വളരെ വിഷമത്തോടു കൂടിയാണ് അവർ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, എന്തായാലും ഇപ്പോൾ മൊഴിയെടുപ്പ് തുടരുകയാണോ ഇക്കാര്യത്തിൽ? ബിന്ദു മൊഴിയെടുപ്പ് തുടരുകയാണ്. അതിൽ പ്രധാനമായും ഈ ബിന്ദുവിനോട് ഈ മോശമായി പെരുമാറി എന്ന് ബിന്ദു പേരെടുത്ത് പറയുന്ന ചില ഉദ്യോഗസ്ഥരാണ്. അത് പേരൂർക്കട സ്റ്റേഷനിൽ ചുമതലയിരിക്കുന്ന CIയും
SIയുമാണ്. ഇരുവരും അന്ന് രാത്രി ചുമതലയിലുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SIയുമാണ് വളരെ മോശമായി പെരുമാറി എന്ന് പറയുന്നത്. അതിൽ SI തന്നെയാണ് നിരന്തരം അസഭ്യ വർഷം ചൊരിയുകയും അപമാനിക്കുകയും മാനസികമായി തകർക്കുന്ന നിലയിൽ സംസാരിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. ഏപ്രിൽ 24-നാണ് FIRലെ ഡേറ്റ് കിടക്കുന്നത്. ഈ ഡേറ്റ് FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ കേസ് ഒരു വ്യാജ പരാതിയാണെന്നും ഈ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും പോലീസ് തന്നെ തിരിച്ചറിയുന്നത്. ഇതേ തുടർന്ന് ഈ FIR പിൻവലിക്കാൻ പോലീസ് നിർബന്ധിതരാവുകയായിരുന്നു. FIRൽ പറയുന്നത് ഈ പേരൂർക്കടയിലെ ഓമന ഡാനിയൽ എന്ന് പറയുന്നവരുടെ വീട്ടിൽ നിന്നും ബിന്ദു 4 പവൻ തൂക്കമുള്ള മാല മോഷ്ടിച്ചു എന്ന ആരോപണമാണ് FIRലെ പ്രഥമ വിവരമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രഥമ വിവരമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇവിടുത്തെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത് കുറ്റവും ചുമത്താവുന്ന നിലയിലേക്ക് പോലീസ് സംവിധാനങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അന്നന്നത്തെ ജോലിയെടുത്ത് കുടുംബം നോക്കുവാനായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്ത്രീ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തപ്പെടുകയും അകാരണമായി അപമാനിതയാക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ കാരണം എന്ത് എന്ന ചോദ്യം ബിന്ദുവിന്റെ അനുഭവം നമ്മളെ എല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പോലീസുകാർ എന്താണ് ഈ നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന ചോദ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അപമാനിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അവർ പറയുന്ന വാക്കുകളിൽ വ്യക്തമാണ്, ഒരിക്കലും തന്നെ ആരെയും മോഷ്ടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് കരുതിയിട്ടില്ല. അന്നത്തെ അധ്വാനിച്ച് പട്ടിണിയാണെങ്കിൽ കൂടിയും പ്രതിദിനം കഴിഞ്ഞു പോകണമെന്നല്ലാതെ ഒരിക്കൽ പോലും മോഷണം നടത്തുക എന്നുള്ളത് തന്റെ താല്പര്യമല്ലായിരുന്നു. ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല എന്നുള്ളതാണ്. താൻ ഒരു മോഷ്ടാവാണ്, ഒരു സ്വർണ്ണക്കള്ളിയാണ് എന്ന ആരോപണമാണ് തന്നെ ഏറ്റവും അധികം തകർത്തത്.